ഞങ്ങളുടെ യാത്ര ദക്ഷിണ കന്നഡ ജില്ലയിലെ മൂഡബിദ്രിയിലേക്കാണ്. ചൗട്ട രാജപരമ്പരയിൽപ്പെട്ട അബ്ബക്ക റാണിയുടെ ഓർമ്മകളിലേക്കാണ്. പതിവ് പോലെ സാരഥി സനിൽ തന്നെ. പുറകിലെ സീറ്റിൽ ദിനേശനും മുകുന്നേട്ടനുമുണ്ട്. ദീർഘമായൊരിടവേളയ്ക്ക് ശേഷമുള്ള യാത്രയാകയാൽ എല്ലാവരും നല്ല ഉത്സാഹത്തിലാണ്. മത്സരപ്പാച്ചിലുകളും ഹോണടിയും ബഹളവുമൊക്കെ ഒഴിവാക്കാനാണ് ഞങ്ങൾ മലയോര ഹൈവേ വഴി പോകാമെന്ന് തീരുമാനിച്ചത്. ശ്രീകണ്ഠാപുരം, ചെറുപുഴ, കുറ്റിക്കോൽ വഴി കർണാടകയിലേക്ക് പ്രവേശിച്ചു. യാതൊരുവിധ തിരക്കുകളുമില്ലാതെ സമാധാനത്തിൽ യാത്ര ചെയ്യാൻ പറ്റി. വനിതകൾക്ക് നൽകി വരുന്ന വീരറാണി അബ്ബക്ക അവാർഡിനെക്കുറിച്ചുള്ളൊരു പത്രവാർത്തയാണ് ഈ മൂഡബിദ്രി യാത്രയ്ക്ക് വാസ്തവത്തിൽ പ്രേരകമായത്. 45 വർഷങ്ങളാണ് അബ്ബക്ക റാണി ഉള്ളാൾ ആസ്ഥാനമാക്കി ഭരണം നടത്തിയത്. ഇതിൽ പകുതിയിലേറെ കാലയളവിൽ വനിത എന്ന പരിമിതികളെല്ലാം മറികടന്ന് അവർ അതിശക്തരായ പോർച്ചുഗീസുകാരെ നേരിട്ടു. രാജ്യതാൽപര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവർക്ക് തൻ്റെ വിവാഹബന്ധം അവസാനിപ്പിക്കേണ്ടതായി വന്നു. ഭർത്താവ് റാണിയുടെ നിർണായകമായ സൈനിക രഹസ്യങ്ങൾ പോർച്ചുഗീസുകാർക്ക് ചോർത്തി നൽകിയതായി പറയപ്പെടുന്നു. ഈ തിരിച്ചടികളിലൊന്നും തെല്ലും പതറാതെ അബ്ബക്ക തൻ്റെ അന്ത്യനിമിഷം വരെ പോരാട്ടം തുടർന്നു. റാണിയുടെ രാജവംശത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന ഏതാനും ചില അവശേഷിപ്പുകൾ മാത്രമേ മൂഡബിദ്രിയിൽ ഇന്ന് കാലം ബാക്കിയാക്കിയിട്ടുള്ളൂ. ഇവിടെയുള്ള 2 ജൈന ബസ്തികളുടെ പശ്ചാത്തലത്തിൽ അബ്ബക്ക റാണിയെ സ്മരിക്കുകയാണ്. 18 ജൈനക്ഷേത്രങ്ങൾ അഥവാ ബസതികൾ മൂഡബിദ്രിയിലുണ്ട്. അതുകൊണ്ട് ഇവിടം ജൈനകാശി എന്നറിയപ്പെടുന്നു. കാഴ്ചയിൽ ജീവനുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ആനയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന ക്ഷേത്രത്തിന് മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. സാവിര കമ്പത ബസതി. 1603 ചൗട്ട രാജവംശം അവരുടെ ആസ്ഥാനം മൂഡബിദ്രിയിലേക്ക് മാറ്റുന്നതിനും 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിക്കപ്പെട്ടിരുന്നു. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് 10 രൂപയും ക്യാമറ ഉപയോഗിക്കുന്നതിന് 100 രൂപയുമാണ് ചാർജ്. 1000 തൂൺ ക്ഷേത്രമെന്നും ഇവിടം അറിയപ്പെടുന്നു. വിജയനഗര കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന കരിങ്കൽ കൊത്തുപണികൾ പ്രവേശന കവാടം മുതൽ കാണാം. ക്ഷേത്രത്തിന് മുന്നിൽ 50 അടി ഉയരമുള്ള മാനസ്തംഭമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഏറ്റവും പ്രചാരം ജൈനമതത്തിനായിരുന്നു. ഇപ്പോൾ മൂഡബിദ്രി ടൗൺ മുനിസിപ്പൽ കൗൺസിലിലെ രേഖകൾ പ്രകാരം ആകെ ജനസംഖ്യയുടെ 4% താഴെയാണ് ജൈനമതസ്ഥരുടെ എണ്ണം. കരിങ്കല്ലിൽ തീർത്ത ചാരുതയാർന്ന ആനകളുടെ ശില്പങ്ങൾക്ക് നടുവിലൂടെയുള്ള പടവുകൾ കയറി ചെല്ലുന്നത് ബസതിയുടെ മണ്ഡപത്തിലേക്കാണ്. ക്ഷേത്രത്തിൻ്റെ ഈ മണ്ഡപത്തിലും പുറത്ത് ചുറ്റിനുമുള്ള തൂണുകളെല്ലാം കൂടി ചേരുമ്പോഴാണ് 1000 തൂണുകൾ എന്ന വിശേഷണം പൂർണ്ണമാകുന്നത്. ഇവയിൽ ഓരോ തൂണുകളും അന്യോന്യം വ്യത്യസ്തമാണ്. അഷ്ടഭുജാകൃതിയിലുള്ള മരത്തടിയിലെന്ന പോലെയാണ് ശില്പകലകൾ കൽത്തൂണുകൾ ചെയ്തിരിക്കുന്നത്. 1430 തദ്ദേശീയ ഭരണകർത്താവായ ദേവരാജ വൊടയാറായിരുന്നു ക്ഷേത്രത്തിൻ്റെ നിർമ്മാതാവ്. 31 വർഷങ്ങൾ കൊണ്ടാണ് പ്രവൃത്തി പൂർത്തിയായത്. ഇതിനുമപ്പുറം ജൈനമതത്തിൽപ്പെട്ടവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. 8ാമത്തെ തീർത്ഥങ്കരനായ ചന്ദ്രപ്രഭയാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത്. 8 അടി ഉയരമുള്ള പഞ്ചലോഹ നിർമ്മിതമാണ് ഈ കാണുന്ന വിഗ്രഹം. ക്ഷേത്രത്തിൻ്റെ 1000 തൂണുകൾ എന്ന പേര് അന്വർത്ഥമാക്കും വിധം പുറത്ത് തൂണുകളുടെ നീണ്ട നിരയുണ്ട്. ചൗട്ട രാജവംശത്തിലെ ഒരു രാജാവ് മരണപ്പെട്ടാൽ അടുത്ത ഭരണാധികാരി സഹോദരിയോ അവരുടെ മക്കളിൽ യോഗ്യരായവരോ ആയിരുന്നു. രാജകുടുംബത്തിലെ സ്ത്രീ പരമ്പര വഴിയുള്ള ഈ അധികാര കൈമാറ്റത്തെ അലിയ സന്താന രീതി എന്ന് പറയുന്നു. ഇപ്രകാരം അധികാര കൈമാറ്റം നടത്തുമ്പോൾ രാജസ്ഥാനം വഹിക്കുവാൻ യോഗ്യരായ പുരുഷന്മാർ ഇല്ലാത്തതിനാലാവണം അബ്ബക്ക രാജ്ഞിയാകുന്നത്. അങ്ങനെ ഒരു സാധ്യത മുൻകൂട്ടി കണ്ടതുകൊണ്ടാണെന്ന് വിശ്വസിക്കാം അബ്ബക്കയെ ബാല്യകാലത്ത് തന്നെ യുദ്ധകല, കുതിരസവാരി, നാവികതന്ത്രം എന്നിവ പരിശീലിപ്പിച്ചിരുന്നു. മാത്രവുമല്ല, ഭരണകാര്യങ്ങളിലും വ്യാപാര നയങ്ങളിലും പരിശീലനം നൽകപ്പെട്ടു. ബാല്യകാലത്ത് ലഭിച്ച ഈ പാഠ്യമുറകളാണ് ഇന്ത്യാ ചരിത്രത്തിൽ അതിനു മുമ്പ് പരിചിതമല്ലാത്ത രീതിയിൽ യുദ്ധമുഖങ്ങളിൽ ഉഗ്രമായ പോരാട്ടം നടത്തിയ ഈ വനിതയുടെ വ്യക്തിത്വത്തെ വാർത്തെടുക്കുവാൻ ഇടയാക്കിയത്. ഇത് മൂഡബിദ്രിയിൽ നിന്നും 3 കിലോമീറ്റർ അകലെയുള്ള മനുഷ്യനിർമ്മിതമായൊരു തടാകമാണ്. കടലക്കര നിസർഗധാമ. ജൂൺ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിൽ ഇവിടെ സന്ദർശകർക്ക് ബോട്ടിംഗ് സൗകര്യമുണ്ട്. കർണാടക സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പ്രാദേശിക സമിതികളെ കൂടി ഉൾപ്പെടുത്തി വികസിപ്പിച്ച കടലക്കര നിസർഗധാമക്കും അനുബന്ധ സ്ഥലങ്ങൾക്കും കൂടി 58 ഏക്കർ വിസ്തൃതിയുണ്ട്. തടാകത്തെ വലം വെച്ചുകൊണ്ടുള്ള നടപ്പാതയിലൂടെ നടന്നാൽ മനോഹരമായി രൂപകൽപ്പന ചെയ്ത പാർക്ക് മുഴുവനായി കാണാം. ഇളം കാറ്റും
വൃക്ഷങ്ങൾ നൽകുന്ന സുഖശീതളമയും ചേർന്ന് ഇവിടെ കടുത്ത വേനൽ ചൂടിൻ്റെ അസ്വസ്ഥതകൾ മായ്ച്ചു കളയുകയാണ്. മൂഡബിദ്രി എന്ന പേര് തുളുഭാഷയിൽ നിന്ന് ഉത്ഭവിച്ച് കന്നഡയിൽ പ്രചാരം നേടിയ ഒന്നാണ്. കിഴക്കൻ മുളങ്കാട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. പഴയകാലത്ത് ഈ പ്രദേശത്ത് വളരെയധികം മുളങ്കാടുകൾ ഉണ്ടായിരിക്കാം. 1432 ഭരണം നടത്തിയിരുന്ന മറ്റൊരു രാജവംശമായ സന്താരയിലെ വീരപാണ്ഡ്യ ഭൈരരാസ വോഡയാർ പണികഴിപ്പിച്ച കർക്കള ശ്രീ ഗൗതമേശ്വര പ്രതിമ, ഉയരം 42 അടി. അനുബന്ധമായുള്ള ജൈനക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തികൾ നടന്നുവരുന്നു. വാമൊഴിയായി പ്രചരിക്കുന്നൊരു കഥയുണ്ട്. കൽക്കുട എന്നായിരുന്നത്രേ പ്രതിമയുടെ ശില്പിയുടെ പേര്. പ്രതിമ പൂർത്തിയാക്കിയ ശേഷം മറ്റെവിടെയും സമാനമായൊരു ശില്പം സൃഷ്ടിക്കാതിരിക്കാൻ ശില്പിയുടെ ഇടത് കൈ മുറിച്ചു മാറ്റി, വലതുകാലും നിർദ്ദയം ഛേദിച്ചു. ശാരീരിക അവശതകളാലും വേദനകളാലും ഏറെ യാതനകൾ അനുഭവിച്ച ശേഷമാണ് ശില്പി മരണത്തിന് കീഴടങ്ങിയത്. ശില്പി രാജാവിനെ ഈ രാജ്യത്തെ ശപിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. ശില്പിയുടെ മരണാനന്തരം നാട്ടിൽ അനിഷ്ട സംഭവങ്ങൾ പതിവായി. ഭയപ്പെട്ടുപോയ ജനങ്ങൾ കൽക്കുടയുടെ ആത്മാവിനെ പ്രീതിപ്പെടുത്താൻ ഇവിടെ അടുത്ത് ഒരു ദേവസ്ഥാനം സ്ഥാപിച്ചിട്ടുണ്ടത്രേ. പ്രഭാതത്തിൽ തന്നെ റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിയതാണ്. ഇവിടെ ആദ്യത്തെ കസ്റ്റമേഴ്സ് ഞങ്ങളാണ്. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായിട്ടൊരു അപകടം സംഭവിച്ചു. ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തേക്ക് തിരിയാൻ വേണ്ടി നിർത്തിയിട്ട കാറിൽ ഒരു സ്കൂട്ടർ യാത്രക്കാരി കൊണ്ടുവന്ന് ഇടിച്ചു. ഞങ്ങൾ പുറത്തിറങ്ങി നോക്കുമ്പോഴേക്കും ഒന്നും സംഭവിക്കാത്ത പോലെ ആ സ്ത്രീ സ്കൂട്ടർ ഓടിച്ചു പോവുകയും ചെയ്തു. അപ്രതീക്ഷിതമായ അപകടത്തിൻ്റെ ആഘാതം ആരുടെയും മുഖത്തു നിന്നും മാഞ്ഞിട്ടില്ല. മൂഡബിദ്രിയിലെ 18 ജൈന ക്ഷേത്രങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള ഗുരുബസദിയുടെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 14-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം. ജൈനമതത്തിലെ ദിഗംബര സമ്പ്രദായത്തിൽ മഠങ്ങളുടെ തലവന്മാരുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഇവിടെയാണ് നടക്കാറ്. 1603 ചൗട്ട രാജാക്കന്മാർ തങ്ങളുടെ ആസ്ഥാനം മൂഡബിദ്രിയിലേക്ക് മാറ്റിയത് മുതൽ അതീവ ശ്രദ്ധയോടെ കൃത്യമായ നവീകരണ പ്രവൃത്തികൾ നടന്നതുകൊണ്ടാണ് ക്ഷേത്രത്തിന് പഴക്കം തോന്നിപ്പിക്കാത്തത്. ക്ഷേത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുമ്പ് പറഞ്ഞു വെച്ച ധീരതയുടെ പ്രതീകമായ അബ്ബക്ക റാണിയുടെ ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അബ്ബക്കയെ വിവാഹം കഴിച്ചത് ബംഗരാജാവായിരുന്ന ലക്ഷ്മപാരസ ആയിരുന്നു. അധികം വൈകാതെ അലിയ സന്താന രീതി പ്രകാരം സ്വന്തം നാട്ടുരാജ്യമായ ഉള്ളാളിൻ്റെ രാജ്ഞിയായി അബ്ബക്ക ചുമതലയേറ്റു. അക്കാലത്ത് പോർച്ചുഗീസുകാർ സമീപത്തെ തുറമുഖങ്ങളിലൂടെയുള്ള സമുദ്ര വ്യാപാരങ്ങളിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അബ്ബക്കയുടെ അധീനതയിൽപ്പെട്ട ഉള്ളാൾ അന്നൊരു പ്രമുഖ തുറമുഖമായിരുന്നു. ഈ തുറമുഖം വഴി നടത്തുന്ന എല്ലാ വ്യാപാരങ്ങൾക്കും കച്ചവടക്കാർ തങ്ങൾക്ക് നികുതി നൽകണമെന്ന് പോർച്ചുഗീസുകാർ ആവശ്യപ്പെട്ടു. അബ്ബക്ക ആവശ്യം നിരസിച്ചു. ഇതറിഞ്ഞ് ഭയത്തിൻ്റെ ഇരുണ്ട ആഴക്കയത്തിലേക്ക് പതിച്ചുപോയ അബ്ബക്കയുടെ ഭർത്താവ് ശക്തരായ പോർച്ചുഗീസുകാരെ അനുസരിക്കുന്നതാണ് തങ്ങളുടെ നിലനിൽപ്പിന് നല്ലതെന്ന് നിർദ്ദേശിച്ചു. അനാവശ്യ നികുതി നൽകി സാമ്പത്തിക ബാധ്യത വർദ്ധിച്ചാൽ ഉള്ളാൾ വഴിയുള്ള ഇടപാടുകൾ വ്യാപാരികൾക്ക് ഉപേക്ഷിക്കേണ്ടി വരും. അത് രാജ്യതാൽപര്യത്തിന് എതിരാണെന്ന് അബ്ബക്ക വാദിച്ചു. അവൾ ഭർത്താവിൻ്റെ നിർദ്ദേശം തള്ളിക്കളഞ്ഞു. പല കാര്യങ്ങളിലും തൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ അബ്ബക്ക സ്വതന്ത്ര നിലപാടുകൾ സ്വീകരിക്കുന്നത് അവളുടെ ഭർത്താവായ ബംഗരാജാവിനെ ചൊടിപ്പിച്ചു. ജീവിതത്തിൽ കലഹങ്ങൾ പതിവായി. ഒടുവിൽ അബ്ബക്കയ്ക്ക് വിവാഹബന്ധം അവസാനിപ്പിക്കേണ്ടി വന്നു. താൻ വിശ്വസിക്കുന്ന ശക്തികളെ പ്രാർത്ഥിച്ച് ഉറച്ച നിലപാടുമായി അബ്ബക്ക മുന്നോട്ട് പോയി. കേവലം 200ഓളം ഗ്രാമങ്ങളുടെ ഭരണാധികാരിയായിരുന്ന ഒരു വനിത ഏറ്റുമുട്ടുന്നത് അക്കാലത്തെ നൂതന ആയുധങ്ങളും എന്തിനും തയ്യാറായ ക്രൗര്യം കൈമുതലായുള്ള സാമ്രാജ്യ ശക്തിയോടായിരുന്നു. 460 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദക്ഷിണേന്ത്യൻ സമൂഹത്തിൽ സ്വതന്ത്ര ചിന്താഗതിയുള്ള ഒരു സ്ത്രീയോട് ഭർത്താവിൻ്റെ കുടുംബം പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അബ്ബക്ക ഒരു ധിക്കാരിയും കൊള്ളരുതാത്തവളാണെന്നും വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കാം. പ്രാദേശികമായി ലഭിച്ച അറിവുകൾ പ്രകാരം തന്നെ അനുസരിച്ച് ജീവിക്കാതെ ഉള്ളാളിലേക്ക് മടങ്ങിപ്പോയപ്പോഴുള്ള പ്രതികാരം കൊണ്ടോ അതോ പോർച്ചുഗീസുകാരുടെ ഏതെങ്കിലും പ്രലോഭനങ്ങളാലോ ഭീഷണികളാലോ അബ്ബക്കയുടെ ചില സൈനിക രഹസ്യങ്ങൾ ഭർത്താവായ ബംഗരാജാവ് ശത്രുക്കൾക്ക് ചോർത്തി നൽകിയതായി പറയപ്പെടുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് ചരിത്രരേഖകൾ ലഭ്യമല്ല. മൂഡബിദ്രിയിലെ ജൈന സമൂഹം അതീവ ഭക്തിയോട് ആരാധിച്ചു വരുന്ന പാർശ്വനാഥൻ്റെ വിഗ്രഹത്തിന് മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഗുരുബസദിയുടെ അരികിൽ തന്നെ 2 ജൈന ക്ഷേത്രങ്ങളുണ്ട്. ലിപ്പട ബസദിയും പൗരാണിക ഭാവം അതുപോലെ നിലനിർത്തുന്ന കല്ലു ബസദിയും. ക്ഷേത്രങ്ങൾ അടഞ്ഞുകിടക്കുന്നതിനാൽ ഉള്ളിൽ കടക്കാൻ കഴിഞ്ഞില്ല. അബ്ബക്ക റാണിയെ തങ്ങളുടെ കായിക ബലം കാട്ടി ഭയപ്പെടുത്തുവാൻ പോർച്ചുഗീസുകാർ നടത്തിയ ശ്രമങ്ങൾക്ക് മുന്നിൽ റാണി അശേഷം കുലുങ്ങിയില്ല. 1550കളിൽ ആരംഭിച്ച ചെറിയ സംഘർഷങ്ങൾ ക്രമേണ യുദ്ധമായി പരിണമിച്ചു.
പിന്നീട് നീണ്ട 20 വർഷങ്ങൾ ഉള്ളാളിൻ്റെ ചരിത്രത്തിൽ യുദ്ധകാലയളവാണ്. റാണി യുദ്ധമുഖത്ത് മുന്നിൽ നിന്നും പടനയിച്ചു. മൂഡബിദ്രിയിലെ പകൽവേളയിൽ അനുഭവപ്പെട്ട കടുത്ത ചൂടിന് ഒരു പരിഹാരം പോലെയാണ് ഈ ഇളം തണുപ്പുള്ള പ്രഭാതം. തെരുവിലെ കടകൾ തുറക്കാൻ ഇനിയും 2-3 മണിക്കൂറുകളെങ്കിലും വേണം. ഞങ്ങൾ അബ്ബക്ക റാണിയുടെ ചൗട്ട രാജവംശത്തിൻ്റെ കൊട്ടാരം കാണാൻ പോവുകയാണ്. 1555 റാണിയെ നേരിടാൻ പോർച്ചുഗീസുകാർ അഡ്മിറൽ ഡോം അൽവാറോഡോ സിൽവയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ അയച്ചു. പക്ഷേ ആ സൈന്യത്തിന് റാണിയുടെ മുന്നിൽ പരാജയപ്പെട്ട് മടങ്ങേണ്ടതായി വന്നു. ഇതിനിടയിൽ പോർച്ചുഗീസുകാരിൽ നിന്നും തുല്യമായ ഭീഷണികൾ നേരിട്ട സാമൂതിരിയുമായും അറബ് വ്യാപാര സമൂഹവുമായും ബിജാപ്പൂരിലെ ആദിൽ ഷാ സുൽത്താനുമായും നയതന്ത്ര ബന്ധത്തിലേർപ്പെടാൻ റാണിക്ക് കഴിഞ്ഞു. യുദ്ധനീക്കത്തിൽ ചില പിഴവുകൾ പറ്റിയതുകൊണ്ടാണ് ആദ്യത്തെ യുദ്ധത്തിൽ തങ്ങൾ പരാജയപ്പെട്ടെന്ന വിശ്വാസത്തിൽ 2 വർഷങ്ങൾക്ക് ശേഷം 1557 വീണ്ടും പോർച്ചുഗീസുകാർ റാണിയുടെ സൈന്യവുമായി ഏറ്റുമുട്ടി. തങ്ങളുടെ പ്രജകളുടെ പൂർണ്ണമായ പിന്തുണ അബ്ബക്കയ്ക്കുണ്ടായിരുന്നു. കടൽ കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർ നടത്തുന്ന സൈനിക നീക്കങ്ങൾ സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളികൾ അപ്പപ്പോൾ വിവരം നൽകി. പകൽ യുദ്ധമുഖത്തു നിന്നും പിന്മാങ്ങുകയും രാത്രികാലങ്ങൾ ആഞ്ഞടിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അബ്ബക്ക റാണിയുടെ തന്ത്രം. ചെറിയ ബോട്ടുകൾക്ക് തീ കൊളുത്തി പോർച്ചുഗീസ് കപ്പലുകൾക്ക് നേരെ അയക്കപ്പെട്ടു. പോർച്ചുഗീസ് ആയുധപ്പുരകൾ ഉൾപ്പെടുന്ന ക്യാമ്പുകൾ നിരന്തരമായി തകർക്കപ്പെട്ടു. തങ്ങളുടെ നിരവധി സൈനികർ ഗറില്ല ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ പോർച്ചുഗീസുകാർക്ക് പിൻവാങ്ങേണ്ടതായി വന്നു. ഇരുട്ടിൻ്റെ മറവിൽ ഇത്തരം ആക്രമണം ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നും അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ പ്രത്യാക്രമണം നടത്താൻ കഴിഞ്ഞില്ലെന്നും പിൽക്കാലത്ത് പോർച്ചുഗീസ് ലിഖിതങ്ങളിൽ പരാമർശിക്കപ്പെട്ടു. 11 വർഷങ്ങൾക്ക് ശേഷം 1568 എല്ലാ പഴുതുകളും അടച്ച് അതിശക്തമായ സൈനിക വ്യൂഹങ്ങളുമായി പോർച്ചുഗീസുകാർ നടത്തിയ ആക്രമണത്തിൽ അബ്ബക്ക റാണിയെ അവർ പിടികൂടി. കൈകൾ ബന്ധിക്കപ്പെട്ട അബ്ബക്കയെ പോർച്ചുഗീസ് തടവറയിലേക്ക് ബലമായി കൊണ്ടുപോയി. പക്ഷേ റാണിയുടെ ഉള്ളിലെ സ്വാതന്ത്ര്യബോധത്തിൻ്റെ അഗ്നി ആരാലും അണയ്ക്കുവാൻ കഴിയുമായിരുന്നില്ല. അവർ തടവറയിൽ നിന്ന് രക്ഷപ്പെടാൻ പലകുറി ശ്രമിച്ചു. അവിടെ വെച്ച് എതിരിടാൻ വന്നൊരു പോർച്ചുഗീസ് സൈനികനെ ആക്രമിച്ചു. പിന്നീട് സൈനികർ സംഘം ചേർന്ന് റാണിയെ കീഴടക്കി. തടവറയിലെ ആ ഇരുട്ടിൽ തന്നെ നരകതുല്യമായ ജീവിതം നയിച്ച അബ്ബക്ക റാണി മരണത്തിന് കീഴടങ്ങി. താൻ പ്രാണനെ പോലെ ആത്മാവിൽ കൊണ്ടു നടന്ന ജനിച്ചു വളർന്ന മണ്ണിൽ അടിമയായി ജീവിക്കില്ലെന്ന് നിശ്ചയിച്ചുറപ്പിച്ച ധീര വനിതയുടെ പതനം പൂർത്തിയായി. ചൗട്ട രാജവംശത്തിൻ്റെ കൊട്ടാരവളപ്പിലെ മതിൽക്കെട്ടിനുള്ളിലാണ് ഇപ്പോഴുള്ളത്. മുന്നിലൊരു പടിപ്പുര പോലെ തോന്നിപ്പിക്കുന്ന ഒരു എടുപ്പ് കാണാം. ഒരു കൊട്ടാരത്തെക്കുറിച്ച് സങ്കല്പിക്കുമ്പോൾ മനസ്സിൽ വരുന്നത് ആർഭാടപൂർവമായൊരു കമനീയ മന്ദിരത്തിൻ്റെ ചിത്രമാണ്. പക്ഷേ കേരളത്തിലെ പഴയ തറവാടുകളെ അനുസ്മരിപ്പിക്കുന്ന ഒന്നാണിത്. ഇതിപ്പോൾ പുരാവസ്തു വകുപ്പിൻ്റെ കൈവശമാണ്. കൊട്ടാരത്തിൻ്റെ മറ്റ് കെട്ടിട സമുച്ചയങ്ങൾ രാജകുടുംബത്തിൻ്റെ സ്വകാര്യ വസതിയാണ്. ഇന്ത്യയിൽ വിദേശ ശക്തികൾക്കെതിരെ പല കലാപങ്ങളും നടക്കുകയുണ്ടായി. അതെല്ലാം ഉൾപ്പെടെ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരമടക്കം എല്ലാം നടന്നത് അബ്ബക്ക റാണിയുടെ മരണത്തിന് ശേഷം 2 നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ്. വിവിധ മേഖലകളിലുള്ള സംഭാവനകൾ പരിഗണിച്ച് എല്ലാ വർഷവും വനിതകൾക്ക് വീരറാണി അബ്ബക്ക അവാർഡ് നൽകി വരുന്നു. തൻ്റെ ജന്മനാടിൻ്റെയും പ്രജകളുടെയും അഭിമാനവും ക്ഷേമവും മുൻനിർത്തി അക്കാലത്തെ ഒരു രാജ്ഞിക്ക് ലഭിക്കുമായിരുന്ന എല്ലാ ഭൗതിക സുഖ സൗകര്യങ്ങളും ത്യജിച്ചുകൊണ്ട് അധിനിവേശ ശക്തികൾക്കെതിരെ നിർഭയമായ പോരാട്ടം നയിച്ച അബ്ബക്ക റാണിയുടെ സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മൂഡബിദ്രിയിൽ നിന്നും മടങ്ങുകയാണ്. അതുവരെ ഇന്ത്യ ചരിത്രത്തിൽ പരിചിതമല്ലാത്ത കൊളോണിയൽ വിരുദ്ധ പോരാട്ടം നടത്തിയ അബ്ബക്ക റാണിയുടെ സ്മരണാർത്ഥം കേന്ദ്ര സർക്കാർ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. മൂഡബിദ്രിയിൽ ചേർന്ന ചടങ്ങിൽ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് പ്രകാശനം നിർവഹിച്ചത്.